പാലക്കാട് ആലത്തൂർ പത്തനാപുരത്തെ നടപ്പാലം തകർന്നു വീണു. 1500-ലധികം കുടുംബങ്ങൾക്ക് ഭാരതപ്പുഴ കടന്ന് ആലത്തൂരിലേക്ക് എത്താനുള്ള താൽക്കാലിക പാലമാണ് തകർന്നത്. പഴയ പാലം നിർമ്മാണത്തിനായി പൊളിച്ചിട്ടിരിക്കുകയാണ്. നടപ്പാലം തകർന്നു വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടിൽ ലഭിച്ചു. ഇനി നടന്നു പോവുക കേട്ടോ അല്ലേ, ഇനി നടന്നു പോവുക. ഇക്ബാൽ അറക്കലുണ്ട് വിശദാംശങ്ങളുമായി. ഇക്ബാൽ, നേരത്തെ ഉണ്ടായിരുന്ന പാലമാണോ? മറ്റ് അപകടങ്ങളൊന്നും, നാശനഷ്ടമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് ദൃശ്യങ്ങളിൽ കൂടി മനസ്സിലാകുന്നുണ്ട്. എന്തായാലും നേരത്തെ തന്നെ നിർമ്മാണത്തിൽ ഇരുന്ന പാലമാണോ ഈ പൊളിഞ്ഞു വീണത്? ഈ ആലത്തൂർ കാവശ്ശേരിക്കടുത്തുള്ള ഈ പത്തനാപുരത്ത് 1500-ലധികം കുടുംബങ്ങളാണ് കഴിയുന്നത്. ഇവർക്ക് ആലത്തൂർ നഗരത്തിലേക്ക് തന്നെ ഏതൊരു അത്യാവശ്യത്തിനും എത്തണം. അവിടേക്ക് എത്തണമെങ്കിൽ ഈ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള ഈ പാലത്തിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ അവർക്ക് ആലത്തൂരിലേക്ക് എത്താൻ സാധിക്കൂ. നേരത്തെ ആ പത്തനാപുരത്തിനും വടക്കേ നടക്കും ഇടയിൽ ഒരു പാലമുണ്ടായിരുന്നു. ഇത് നവീകരിക്കാൻ വേണ്ടി പൊളിച്ചിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായാണ് താത്കാലികമായി ഈ നാട്ടുകാർക്ക് ആലത്തൂർ ഭാഗത്തേക്ക് പോകാൻ വേണ്ടി ഒരു നടപ്പാലം ഈ ഭാഗത്ത് നിർമ്മിച്ചത്. ഈ നടപ്പാലമാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് ഇത്തരത്തിൽ തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നാട്ടുകാർക്കെല്ലാം ഈ പാലത്തിനെ കുറിച്ച് നിരവധി പരാതികൾ ഉണ്ടായിരുന്നു. നടക്കാൻ മാത്രമേ സാധിക്കൂ, ഒരു ഇരുചക്ര വാഹനം പോലും ഈ പാലത്തിലൂടെ കയറി പോകാൻ സാധിക്കില്ല, ഈ പാലത്തിന് ബലം ഇല്ല എന്നുൾപ്പെടെ നാട്ടുകാർ പരാതി നൽകിയിരുന്നു. എത്രയും പെട്ടെന്ന് ഈ പാലത്തിന് ഒരുപാട് ബലത്തിലുള്ള വാഹനങ്ങൾ കയറാനുള്ള രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് നാട്ടുകാർ നിരന്തരം അധികാരികളോട് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഇത്രയും ദിവസമായി ആരും തന്നെ നടപടികൾ സ്വീകരിച്ചിരുന്നില്ല. ഏതായാലും ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ പത്തനാപുരത്തെ ഈ നടപ്പാലം തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ആളപായമൊന്നും ഈ അപകടത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഭാരതപ്പുഴയിലൂടെയുള്ള നീരൊഴുക്ക് കൂടിയത് കൊണ്ടാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചതെന്നും അധികാരികളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും ഉടൻ തന്നെ ഈ ഭാഗത്ത് മറ്റൊരു താത്കാലിക നടപ്പാലം നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നടത്താനാണ് അധികാരികളുടെ തീരുമാനം. ഏതായാലും ഇത് ഉച്ചയോടുകൂടിയാണ് ഈ പത്തനാപുരത്ത് നിന്ന് വടക്കേ നട വഴിക്ക് പാലത്തൂരിലേക്ക് പോകാൻ കഴിയുന്ന ഈ നടപ്പാലം തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായത്. ശരി, നിരവധി ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു നടപ്പാലമാണ് ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നത്. നിരവധി പരാതികളും ഉയർന്നിട്ടുണ്ട്. ഇതിനോടകം തന്നെ ഇക്ബാൽ, നേരത്തെ തന്നെ പരാതി നൽകിയിട്ടുണ്ട് നാട്ടുകാർ. ഇത്രത്തോളം ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു പാലമാണ്, നേരത്തെ തന്നെ പരാതി നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു. അധികൃതർ എന്താണ് ഇപ്പോൾ മഴ ഉൾപ്പെടെ ശക്തമാകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അധികൃതർ എന്തുകൊണ്ടാണ് ഇത്രയും കാലം അതിലൊരു നടപടി എടുക്കാതിരുന്നത്? പ്രധാനമായും നാട്ടുകാരുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ പത്തനാപുരം വടക്കേ നട പാലം എത്രയും പെട്ടെന്ന് നിർമ്മാണം പൂർത്തീകരിക്കുക, അതല്ലെങ്കിൽ താത്കാലികമായി നിർമ്മിച്ചിട്ടുള്ള ഈ നടപ്പാലം ബലപ്പെടുത്തുക, അതിലൂടെ അധിക വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു. പക്ഷേ ഈ നിരന്തരമായി അല്ലെങ്കിൽ മാസങ്ങളായി നാട്ടുകാർ ഈ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളുടെയും അതുപോലെ തന്നെ കളക്ടറുടെയും എല്ലാം പിന്നാലെ നടക്കുന്നു. വകുപ്പ് മന്ത്രിക്ക് ഉൾപ്പെടെ നാട്ടുകാർ നേരിട്ട് ചെന്ന് പരാതി സമർപ്പിക്കുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയും കൃത്യമായൊരു നടപടി സ്വീകരിക്കാൻ ആരും തന്നെ തയ്യാറാവാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ഈ പത്തനാപുരത്തെ 1500 കുടുംബങ്ങൾ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുള്ളത്. അവർക്ക് ആലത്തൂരിലേക്ക് എത്താൻ ആകെ ഉണ്ടായിരുന്ന ഒരു ആശ്രയമായിരുന്നു ഈ പത്തനാപുരം വടക്കേ നടപ്പാലം. അതാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് തകർന്ന് വീണിട്ടുള്ളത്. വേറൊരു വഴി എന്ന് പറയുന്നത് ചേറുങ്കോട് വഴി വെങ്ങന്നൂർ വഴിക്ക് 14 കിലോമീറ്ററോളം ചുറ്റി വളഞ്ഞ് ആലത്തൂരിലേക്ക് എത്തുക എന്നാണ്. പക്ഷേ ഈ വഴിയും തകർന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ ആളുകൾ കൂടുതലുമായി ആശ്രയിച്ചിരുന്നത് നടപ്പാലമാണ്. പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾ, ഓരോ ദിവസവും 2000-ലധികം വിദ്യാർത്ഥികളാണ് പത്തനാപുരത്ത് നിന്ന് ആലത്തൂർ ഭാഗത്തേക്ക് പോയി വിവിധ വിദ്യാലയങ്ങളിലേക്ക് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇവരെല്ലാം ഈ നടപ്പാലം തകർന്നതോടുകൂടി ദുരിതത്തിലായിരിക്കുകയാണ്. ഇന്ന് രാവിലെ നിരവധി വിദ്യാർത്ഥികളാണ് ഈ പാലത്തിലൂടെ വിദ്യാലയങ്ങളിലേക്ക് പോയത്. പക്ഷേ വൈകിട്ട് ഇവരെല്ലാം ഇനി തിരിച്ചെങ്ങനെ പത്തനാപുരത്തേക്ക് എത്തുമെന്നൊരു ആശങ്കയിലാണ് രക്ഷിതാക്കൾ മുഴുവനുമുള്ളത്. ജോലിക്കാരെല്ലാം ജോലിക്കായി ആലത്തൂർ ഭാഗത്തുണ്ട്. ഇവരെല്ലാം തിരിച്ച് അങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ ചുറ്റി വളഞ്ഞ് ഏകദേശം 20 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മാത്രമേ ഇനി പത്തനാപുരത്തേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. എന്തായാലും എത്രയും പെട്ടെന്ന് ഈ പാലത്തിൻ്റെ കാര്യത്തിൽ
ഒരു നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ബലമുള്ള അല്ലെങ്കിൽ കൂടുതൽ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന രീതിക്കുള്ള ഒരു നല്ല നടപ്പാലം തന്നെ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ശരി, ആലത്തൂരിലേക്ക് എത്താനുള്ള പാലമാണ് ഇപ്പോൾ തകർന്നു വീണ്ടിരിക്കുന്നത്. നിരവധി ജനങ്ങളുടെ ആവശ്യം കൂടിയാണ് ഇക്ബാൽ അറക്കൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്.